നമസ്കാരം, ടെക് ട്രാവലിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരി ജില്ലയിലെ തക്കല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1956 ഈ കന്യാകുമാരി അടങ്ങുന്ന ഈ ഒരു പ്രദേശം നമ്മുടെ കേരളത്തിൻ്റെ കീഴിലായിരുന്നു. അതിനുശേഷം ആണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വിഭജിച്ചപ്പോൾ നമുക്ക് പാലക്കാട് കിട്ടിയതും നമുക്ക് കന്യാകുമാരി തമിഴ്നാടിന് കൊടുക്കേണ്ടി വന്നതുമൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ, ഒരു തവണയെങ്കിലും കന്യാകുമാരിയൊക്കെ വരുന്ന ആൾക്കാർക്ക് അറിയാം, ഇവിടെയുള്ള പല ആൾക്കാരും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തമിഴാണ് സംസാരിക്കുന്നത്. അവരൊരു മലയാളം സംസാരിക്കും. പല ആൾക്കാരും ഇപ്പോഴും മലയാളം അവർക്ക് ഇഷ്ടമാണ്. പല ആൾക്കാരും മലയാളം സംസാരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ആളുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന കളിക്കാവള പോലെ ഇങ്ങോട്ടുള്ള പല പ്രദേശങ്ങളും അത്തരത്തിലാണെന്ന് ഇതിലെയൊക്കെ വരുന്നവർക്കറിയാം. അവരുടെ കൾച്ചറും മൊത്തത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള എൻ്റെ മറ്റൊരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോം ടൂർ ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും ഇദ്ദേഹം ഇവിടെ ഇങ്ങനൊരു വീട് വെക്കുന്നത്. അതെങ്ങനെയാണെന്നല്ലേ ആ ഒരു കഥയും, അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള, അതായത് 12 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീട് വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ സുഹൃത്തും നമ്മളെ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള മനാഫ്കയാണ്. വെൽക്കം മനാഫ്ക. താങ്ക് യു. മനാഫ്ക അങ്ങനെ നാടായ നാട് മൊത്തം ഇപ്പോൾ വീട് വെച്ച് നടക്കുകയാണ്. കന്യാകുമാരി മുതൽ അങ്ങ് ബാംഗ്ലൂർ വരെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിനപ്പുറത്തേക്കുണ്ടോ? പൂനെയിലുണ്ട്, ഗോവയുണ്ട്. പൂനെ, ഗോവ, അങ്ങനെ നാടായ നാട് മുഴുവൻ വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മലയാളികളായിട്ടുള്ളവരും ഉണ്ട്, പിന്നെ അവിടുത്തെ നാട്ടുകാരും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടുത്തുകാരനാണ്. അതെ അല്ലേ? അതെ, ക്ലയൻറ്റ് ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുജിത് ഭായിയുടെ തന്നെ നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോ, ഫസ്റ്റത്തെ വീഡിയോ 5 കൊല്ലം മുന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആക്ച്വലി ഇങ്ങനൊരു വീട് ഇവിടെ വെക്കണം എന്നുള്ള രീതിക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഒരു ടൗൺ ഏരിയ ആണ്. എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോകുന്ന സ്ഥലം, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിറച്ച് വീടുകൾ. പിന്നെ മേളിൽ കയറി പൂളിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിനും ദൂരെ ഒരു മലയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷനാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വീട്ടു പേര് എഴുതി വെച്ചിട്ടുണ്ട്. കെൻസ് എന്നാണ് വീട്ടുപേര്. ഇതൊരു ഡോക്ടറുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹമീദ് ഹെൽത്ത് കെയർ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലിനിക്കിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇത് ബേസിക്കലി ഒരു വീട് വിത്ത് എ ക്ലിനിക് അറ്റാച്ച്ഡ് ടു ഇറ്റ്, അങ്ങനെ വേണം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീട്, അത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിലും അത് എന്തൊക്കെ സംഭവങ്ങളാണേലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് നിർമ്മിക്കാനായിട്ട് സ്ഥലം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ലൊക്കേഷൻ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അതല്ല, പ്ലോട്ടിന്റെ സൈസ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, കറക്റ്റ് ഹാർട്ട് ഷേപ്പിൽ. അവർക്ക് അങ്ങനെ സ്ഥലം കിട്ടിയുള്ളൂ, അതിൽ വീട് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ചലഞ്ചസ് നമ്മൾക്ക് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ബാലി സ്റ്റൈൽ പൂൾ വില്ല ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലല്ലേ, നമുക്കൊരു വ്യൂ പോലും ഇല്ല. സോ ദാറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കുള്ള സ്ഥലത്തല്ലേ പണിയാൻ പറ്റുള്ളൂ, ഇല്ലേ? നമുക്ക് വേറെ സ്ഥലം അതിനായിട്ട് വാങ്ങിച്ച് പണിയാൻ പറ്റാത്തവർക്ക് ഉള്ള സ്ഥലത്ത് പണിയും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ ഇങ്ങനെ ഒരു വീട് വെച്ചതിന്റെ മെയിൻ റീസൺ ഇവരുടെ ക്ലിനിക്ക് ടൗണിൽ വെച്ചാലല്ലേ പറ്റുള്ളൂ. ക്ലിനിക്ക് ഐഡിയൽ ആണ്. പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ഈ നെയ്ബർഹുഡിൽ തന്നെ ഉണ്ട്. ആളുകളെ ഒരുമിച്ച് ഇരുത്തിയിട്ടുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതാണ് ഈ രീതിയിലേക്കൊക്കെ വന്നത്. നമുക്ക് ഇനി അകത്ത് ഭയങ്കര രസമുള്ളൊരു വീടാണ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ. എവിടെ നോക്കിയാലും ചെടികളാണ്, ഫുൾ ഗ്രീനറിയാണ്, പച്ചപ്പിൻ്റെ കേന്ദ്രമാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു 1, 2, 3, 4 ഒരു 4 വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ ഒരു കാർ പോർച്ച് നമുക്ക് കാണാം. എന്നിട്ട് ആ കാർ പോർച്ചിൻ്റെ ബാക്കിൽ അതിനോടുകൂടെ ചേർന്ന് ആ വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ആ ഒരു ക്ലിനിക്ക് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക്, പേഷ്യൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ലൈക്ക് ദേ ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ ക്ലിനിക്. അതിന് വേറൊരു എൻട്രൻസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ലിനിക്കിൻ്റെ ആക്സസ് വീടിനകത്തൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് വീടിനകത്തുനിന്ന് നേരെ ക്ലിനിക്കിലേക്ക് വന്ന് പോകാം. അങ്ങനെ ആ ഒരു ആംബിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ഇവിടെ നമുക്ക് ഒരു ഔട്ട്ഡോർ ഗാർഡൻ സ്പേസ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ചെടികളൊക്കെ വെച്ച് സെറ്റാക്കി മനോഹരമാക്കി ഒരു സ്വിംഗ് ഒക്കെ ഇട്ട് ഒരു
ഫൗണ്ടൻ പോലെയൊക്കെയുള്ള ഏരിയ ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ നമുക്കിവിടെ ഓൾറെഡി ഒരു പഴയ കിണർ ഉണ്ടായിരുന്നു. ആ കിണറിൻ്റെ സൈഡിൽ നമ്മൾ കിണർ ഇത്തിരി ഒരു മോശം അവസ്ഥയിലായിരുന്നു. സോ നമുക്ക് ആ കിണർ ഇനി മുഴുവനും പൊളിച്ച് പുതിയൊരു കിണർ പണിയാൻ വേണ്ട കിണറിന് ഐഡിയൽ ലൊക്കേഷൻ ഇത് തന്നെയാണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ടുള്ള. എക്സിസ്റ്റിംഗ് കിണർ നിങ്ങൾ അത് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്താണല്ലേ? അതിന്റെ സൈഡിലൊരു ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം കൊടുത്തിട്ട്. അത് കൊള്ളാമല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു കിണർ ശരിക്കും അവർ കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ട് അതിന് മുകളിൽ ഇരിക്കാം, പിന്നെ എവിടെ ഇരിക്കാം, സ്വിങ്ങിലിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വീട് കംപ്ലീഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, 1 month ആവുന്നേ ഉള്ളൂ, ഒരു മാസമായതേ ഉള്ളൂ. അതിൻ്റെ ഒരു എലിവേഷനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ ആർക്കിടെക്റ്റുമാരുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് ഡിസൈനാണ്? ഇതൊരു പക്ക മോഡേൺ കണ്ടംപററി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഈ ഒരു ലൊക്കാലിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വീടായിരിക്കും. കാരണം ഇവിടെ നോക്കുമ്പോൾ എല്ലാം കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ രീതിയിലത്തെ, തമിഴ് ട്രഡീഷണൽ രീതിയിലത്തെ വീടുകളാണ് കൂടുതലും കാണുന്നുണ്ടാവുക, ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഈ വീട് ക്ലയൻറ്റിന് വേണ്ടിയിരുന്നതാണ്. ഒരു കേരള അവിടെ നിന്നുള്ള ഒരാളെ നമ്മൾ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വീട് വെക്കുമ്പോൾ അവർ വിചാരിച്ചത് കൂടുതൽ ഗ്രീനറി വേണം, കൂടുതൽ ഓപ്പൺനെസ് വേണം, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത് തന്നെ. സോ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ ഓപ്പണിങ്സും ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് മാക്സിമം വെന്റിലേഷൻ അകത്തേക്ക് കൊണ്ടുവരണം. പകൽ ടൈം ഒന്നും നമ്മൾക്ക് ലൈറ്റ് ഒന്നും ഓൺ ചെയ്യാത്ത രീതി തന്നെ, ഈവനിങ് ഒരു 6:30 മുതൽ ലൈറ്റ്സ് ഓൺ ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിക്കാണ്. അതാണ് നമ്മളൊരു പ്രൈം ഫോക്കസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുറത്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം ക്ലീൻ ലൈൻസ് ആണ്. ഒത്തിരി നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാണ് എന്നുള്ള ഒരു രീതിക്കല്ല, സിമ്പിൾ ക്ലീൻ ലൈൻസ്. അതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊജക്ഷൻസ് ഒക്കെ കൊടുത്ത് ആ പ്രൊജക്ഷൻസിന് ഒരു കണക്ഷൻ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ലൈറ്റ് ഉണ്ട്, അത് ഈവനിങ് ഷോട്ട്സിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത്തിരി ഓൺ യുവർ ഫേസ് എന്ന് പറയണ പോലത്തെ ഒരു ഡിസൈനൊന്നുമില്ല, സിമ്പിൾ നീറ്റ് ക്ലീൻ ആയിട്ടുള്ള സംഭവത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കുറേ സ്ഥലങ്ങളിൽ ആ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ, ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര രസമല്ലേ? എന്നാലും നമുക്കിനി അകത്തേക്ക് പോവാം. അകത്ത് പോയിട്ട് ബാക്കി അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇത് ഡോക്ടർ അഫ്രീൻ ഡോക്ടറുടെ ആണ് ഈ വീട്. അപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഇപ്പം പഠനം എല്ലാം കഴിഞ്ഞ് ലൈക്ക് യു ആർ ഗെറ്റിംഗ് ഇൻ ടു സർവീസ്. സോ ദിസ് ഈസ് യുവർ ക്ലിനിക് അല്ലേ? അതെ. അപ്പോൾ ക്ലിനിക്കും വീടും എല്ലാം കൂടെ ചേർന്ന് സെയിം ഒരു പരിപാടി. ഓക്കെ. അപ്പം ഡോക്ടറുടെ അച്ഛനാണ് ശരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് മനാഫ്ഖാനെ കോൺടാക്ട് ചെയ്യുന്നത്. മാഹീൻ അല്ലേ അച്ഛൻ്റെ പേര്? യാ, വിൽ മീറ്റ് ഹിം ഇൻസൈഡ്. അപ്പം എങ്ങനെയുണ്ട് വീട്? കൊള്ളാം, ഹാപ്പിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതെല്ലാം അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 1 month ആയി അല്ലേ? അതെ, 1 month ആയി കയറി. ഒരു മാസമായിട്ട് ഇപ്പൊ ഇവിടെ താമസമുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഇൻസൈഡ് കാഴ്ചകളും കാണാം. നമ്മൾ ഇവിടെ ഒരു ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്, ടീക്ക് വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സാധാരണ നമ്മൾ ഡോറിൽ കാണുന്ന ഒരു ഹാൻഡിലല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വീട് കുറച്ചൊരു മോഡേൺ, ഒരു ചെറിയൊരു ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പിങ്ക് നമ്മൾ വെച്ചിട്ട് ചെറിയ റോസ് ഗോൾഡിന്റെ ടച്ച് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ് അല്ലേ? ഓക്കെ. യൂഷ്വലി നമ്മൾ ടീക്കിന്റെ ഡോർ ആകുമ്പോൾ ടീക്കിന്റെ തന്നെ ഹാൻഡില് ഉരുട്ടിയെടുത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോ ഈ ഒരു ടീക്ക് വേണം താനും, ടീക്കിൽ നമ്മൾ അതിന് കളർ ചെയ്യൂലല്ലോ. സോ അതുകൊണ്ട് ആ കളർ നമ്മൾ വെച്ചിട്ട് അതിൽ ഈ ഒരു എലമെന്റും കൂടി ആഡ് ചെയ്ത് അങ്ങനെ കൊടുത്തു. സോ ആ കളർ നമ്മൾ ഇവിടെ പെയിന്റിങ്സിലും ഒക്കെ മെല്ലെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ലിവിംഗ് ഉണ്ട്. ഇതൊരു ഫോർമൽ ലിവിംഗ് ആണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വീടിന്റെ അകത്തേക്ക് കയറണ്ട, ഇവിടെ വെച്ചിട്ട് തന്നെ അവരെ വെൽക്കം ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അങ്ങനെ പോവുകയും ചെയ്യാം. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് വലിയൊരു ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കർട്ടൻസ് ആണെങ്കിൽ പോലും മുകളിൽ നിന്ന് താഴെ വരെ ഇത് ഭയങ്കര വലുതാണല്ലോ. എന്റെ ദൈവമേ, ഇത് ഭയങ്കര വലിയ കേട്ടത്. ഇത് എത്ര അടി ഉണ്ടാവും? ഇത് ഒരു 20 feet ഉണ്ടാവില്ലേ? 20 ഇല്ല, ഏകദേശം ഒരു 16 feet ഹൈറ്റ് ഉണ്ട്. അത്രയും ഹൈറ്റ് തന്നെ ഉള്ള ഒരു വലിയൊരു ഷാൻഡിലിയർ. അത് നമ്മൾ കസ്റ്റം ചെയ്താണ്. ഇത് നമ്മളുടെ 3D ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ലൈറ്റിംഗ്, അത് തന്നെ നമ്മൾ കസ്റ്റം ചെയ്ത് ഇടുകയാണ്. ഈ ഹൈറ്റ് കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലത്തെ തന്നെയാണ് നമ്മൾ ചെടിയും എടുത്തു വെച്ചിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു പോക്കറ്റ് ഓഫ് സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ചെടികളൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലേ?
പല സാധനങ്ങളും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ക്ലയന്റിന് അങ്ങനത്തെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അതെ അതെ അല്ലേ? ഈവൻ ഫർണിച്ചർ ആണെങ്കിലും എല്ലാം നമ്മൾ 3Dയിൽ എന്താണോ കൊടുത്തത് അത് തന്നെ കസ്റ്റം ചെയ്ത് സെയിം ലുക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു പ്രയർ റൂം ഉണ്ട്, അതായത് നിസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം അല്ലേ? ഇതിന്റെ അകത്ത് തന്നെ നമ്മൾ അബ്ലൂഷൻ എന്ന് പറയും. അബ്ലൂഷന് വേണ്ടിയിട്ടുള്ള സ്പേസും ഉണ്ട്. അബ്ലൂഷൻ കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് നിസ്കരിക്കാം. ആ ഒരു രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഖുറാനും ഇതൊക്കെ വാൾപേപ്പേഴ്സ് അല്ലേ? അത് വാൾപേപ്പറാണ്. ഇനി നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, കാരണം ഇവിടെ ലിവിങ് ഏരിയയും കിച്ചണും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ബിഗ് ഏരിയ ആണ്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ വീട്ടില്. ഇത് ആക്ച്വലി ഇവരുടെ ഫാമിലി ലിവിങ് എന്ന് പറയാം. ഫാമിലി ലിവിങ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കോർട്ട്യാർഡ്, പിന്നെ അത് കഴിഞ്ഞാൽ ഡൈനിങ് റൂം, ഡൈനിങ് കഴിഞ്ഞാൽ ബാക്കിലായിട്ടൊരു ഓപ്പൺ കിച്ചൺ. അങ്ങനെയാണ് ഇതിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കോർട്ട്യാർഡിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ നേരെ അവിടെ ഒരു മെയിൻ ഡോർ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഓപ്പൺ സ്പേസ്, ഇത്രയും ഒരു മാസീവ് സ്പേസ് വേണമെന്ന് താനും, എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് ഒരു ബഫറായിട്ട് ഒരു ചെറിയൊരു പ്രൈവസി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈ ഒരു ഫാമിലിയും ഇതുമായിട്ട് കണക്ഷനും ഉണ്ട്, എന്നാൽ ഒരു ഗ്രീൻ ബഫർ സോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ നേരെ മുകളിലാണെങ്കിൽ ഒരു മാസീവ് ഓപ്പൺ ടു സ്കൈ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് പ്ലാന്റ്സും എപ്പോഴും ഓക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. അവർക്ക് വേണ്ടിയിട്ടുള്ള സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒത്തിരി നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഇരുന്ന് കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ കുറേ പേര് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ എവിടെയൊക്കെ പോയി കുക്ക് ചെയ്യാം, ഇവിടെ ഇരുന്ന് കഴിക്കാം, അവിടെ ഇരുന്ന് കഴിക്കാം. അത് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു, നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞു. അതായത് ഞങ്ങളിവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഞങ്ങളുടെ കസിൻസും റിലേറ്റീവ്സും എല്ലാം വരുമ്പോഴത്തേക്കിനും അത്രയും ക്രൗഡ് ഇവിടെ വരുന്നൊരു ഫീല് കിട്ടുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞത് ഐ ഫീൽ ലൈക്ക് ഐ എം സ്റ്റേയിങ് ഇൻ എ റിസോർട്ട് എന്നാണ് പുള്ളി പറയുന്നത് അല്ലേ? അതെ, അവർക്ക് വന്നു കഴിഞ്ഞാൽ മേളിൽ പൂളുണ്ട്, പൂളിൽ കളിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിന് അവിടെ ഇവിടെ ഇരുന്ന് ചിറ്റാറ്റ് ചെയ്യാനുള്ള സ്പേസസ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊരു ടി വി ഏരിയ, ടി വി യൂണിറ്റിന്റെ പുറകിൽ എൻ്റെ ഫ്ലാറ്റിൽ ഈ സെയിം ഡിസൈനാണ്, ഈ സെയിം ഡിസൈൻ എനിക്കത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷെ ദിസ് ഈസ് റിയലി നൈസ്. ഇതിന്റെ ഗുണമെന്നറിയോ, ഇത് വളരെ ലെസ് മെയിൻ്റനൻസ് ആണ്. ഈ വീട് പലതും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളെ ഫ്ലാറ്റ് നമ്മൾ ചെയ്തില്ലേ, നമ്മുടെ ഫ്ലാറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ആകെ മെയിൻ്റനൻസ് റിക്വയർഡ് ആയിട്ട് വരുന്നത് കുറച്ച് പെയിന്റിങ് ടച്ചപ്പാണ്. അത് ഋഷി ഉള്ളതുകൊണ്ട് മാത്രം. അതല്ലാതെ എനിക്ക് ഇതുവരെ ഒരു മേജർ മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ തുടക്കത്തിൽ ഇൻഡോർ പ്ലാന്റ്സിന്റെ അറിവില്ലായ്മ കാരണം കുറച്ച് പ്ലാന്റുകളൊക്കെ ചീത്തയായി പോയി എന്നുള്ളത്. അല്ലാതെ പക്ഷെ ഇപ്പൊ പഠിച്ചു എങ്ങനെയാണ് വെള്ളം ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് പറയാൻ അത് ലാസ്റ്റ് ചെയ്യും. ബിക്കോസ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ആ സൺലൈറ്റ് കിട്ടേണ്ട ചില ചെടികളുണ്ട്, അത് നമ്മൾ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നക്കാരനാവും. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പൊ നട്ടിട്ടിപ്പോ ഇത് ഒരു മാസമായി കാണും അല്ലേ? 40 days ആയി. പിന്നെ ഇവര് അത്യാവശ്യം ഇൻഡോർ നിൽക്കുന്ന തന്നെ ചെടികളാണ്, ലെസ് സൺലൈറ്റ് മതി, അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഈ സാധനം ഇത് ആക്ച്വലി ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒത്തിരി വർഷം ഭയങ്കര ലക്കി പ്ലാന്റ് ആണിത്. ഇത് ചൈനക്കാരുടെ ഒരു മെയിൻ സംഭവമാണ്. ഇത് ഭയങ്കര ലക്കി പ്ലാന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണിത്. അവരുടെ ഒരു ടൈപ്പ് ഓഫ് ലക്കി ബാമ്പു അങ്ങനെ എന്തോ അതിന്റെ പേര്. അവർ ഓഫീസുകളിലാണെങ്കിലും വെക്കുന്ന ഒരു ചെടിയാണത്. ഓക്കെ. പിന്നെ ഇവിടെ ഇത് ഡബിൾ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് അങ്ങ് മേലോട്ട് ഫുൾ ഹൈറ്റിന്റെ കളികളാണ്. അത്രയും ഭയങ്കര ഒരു സ്പേസ് ഇവിടെ. ദാറ്റ്സ് റിയലി നൈസ്. എന്നിട്ട് അതിന്റെ നേരെ താഴെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയയും ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു ഡൈനിങ് ഏരിയയും പിന്നെ ആ ഡൈനിങ് ടേബിളും ആ ഡിസൈൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് റിയലി നൈസ്. ആ ചെയറിന്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ അവിടെ ഇവിടേക്ക് ഈ പിങ്കിന്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ചെറിയ അക്സസറിയിലാണെന്നുണ്ടെങ്കിലും ആ ഫ്രണ്ടിലെ മെയിൻ ഡോറിൽ കാണുന്ന ചെറിയ പിങ്ക് ഗോൾഡിന്റെ ടച്ച് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതൊരു പ്രീമിയം ഫീല് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. പിന്നെ ആ പെയിന്റിങ്ങിനും ഉണ്ട്. നമ്മൾ ഈ ലൈറ്റ് വീഴാൻ നേരത്ത് അതിന്റെ ആ ഒരു ഷെയ്ഡ് പല ടൈമിലും പല രീതിയിലായിട്ട് അത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ എല്ലാം ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് കേർട്ടൻ ഒക്കെ ഇട്ടിട്ട് ഇനി തിരിച്ചു നോക്കി കഴിഞ്ഞാൽ കിച്ചൺ എന്ന് പറയുന്നതും ലൈക്ക് ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ശരിക്കും ഒരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് എന്തായാലും വേണം. കാരണം അതെല്ലാവരും കാണുന്നതാണ്. പ്രീമിയം ലുക്ക് മാത്രം പോരാ, നമ്മൾ നീറ്റായിട്ട് വെക്കുകയും വേണം എപ്പോഴും. എന്നാലേ ആ പ്രീമിയം ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് എന്നാലും ഗംഭീരമായിട്ടുണ്ട്. കിച്ചൺ ഈസ് റിയലി നൈസ്. ആ ഒരു ഐലൻഡ് കിച്ചൺ പോലെ ചെയ്തിട്ട് ഇവിടെ സംഭവങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും കൺസീൽ ചെയ്ത് വെച്ച് ഇത് റിയലി നൈസ്. അതിനിടയ്ക്ക് കുറച്ച് റാറ്റൻ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ലൈറ്റിങ്ങും കൂടി കൊടുത്തപ്പോൾ അത് കുറച്ചും കൂടി ഈവനിങ് ടൈമിലാണ് ആ ലൈറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും എവിഡന്റ് ആയിട്ട് നമ്മൾ കാണുള്ളൂ. ഈ കിച്ചന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ടെക്സ്ചർ വാൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ബ്രിക്സ് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു ടെക്സ്ചറാണത്. ദാറ്റ് ഈസ് ഓൾസോ റിയലി നൈസ്. ശരിക്കും ഈ ഒരു ഏരിയ, ഇത്രയും വലിയൊരു ഏരിയ ഭയങ്കര ഒരു എയറി ഫീൽ കിട്ടും. നല്ല ലൈറ്റ്, ഇപ്പോൾ ഇവിടെ തന്നെ ഈ ലൈറ്റൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ട് വെച്ചതാണ്. ഇതൊക്കെ ശരിക്കും രാത്രിയിൽ ഇടുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും. ദാറ്റ്സ് നൈസ്. ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാൻ പോവാം. ഇവിടെ 1, 2, 3, 4 ബെഡ്റൂംസും പിന്നെ താഴത്തെ ഒരു ക്ലിനിക്കുമാണ് ഇവിടെ ബേസിക്കലി ഉള്ളത്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ക്ലിനിക്ക് കണ്ടിട്ട് വരാം. ഹോം ടൂറിൻ്റെ കൂടെ ഒരു ക്ലിനിക് ടൂറും കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. സോ വി ഹാവ് ഗോട്ട് എ ക്ലിനിക് ഹിയർ. ഈ ഒരു ക്ലിനിക്കിൻ്റെ ഡിസൈനും നിങ്ങൾ തന്നെയാണോ? ഫുൾ ബെഡൊന്നും നമ്മളുടെ ഇതിലുള്ളതല്ല, എനിക്ക് അറിയാനും പാടില്ല. ഓക്കെ, അതിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്തില്ല. അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം അവർ തന്നെയാണ്. ബേസിക് ഫർണിച്ചർ എങ്ങനെയൊക്കെ വേണം, എവിടെയാണ് വാഷ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലംബിങ്ങിനും എല്ലാം ആവശ്യമാണല്ലോ. ഓക്കെ, ശരിക്കും ഇത് ശരിക്കും ഒരു ഹോസ്പിറ്റലിലെ ICUവിൽ കയറി പോകുന്ന ഒരു അഡ്വാൻസ്ഡ് ICU സെറ്റപ്പ് കയറി വരുമ്പോൾ മണം അടക്കം കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കയറി പോകുമ്പോൾ ഒരു മണം. പിന്നെ എക്യുപ്മെന്റ്സ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും ബാക്കിയുള്ള പരിപാടികളാണെങ്കിലും എല്ലാം ലൈക്ക് ഒരു പ്രീമിയം ക്ലിനിക് എക്സ്പീരിയൻസ്. ആ ഒരു വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രീമിയം ക്ലിനിക് എക്സ്പീരിയൻസ്. പിന്നെ ക്ലിനിക്കിലേക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ കാർ പോർച്ചിൽ നിന്ന് ഒരു എൻട്രി ഉണ്ട് എന്നുള്ളത്. ആ ഒരു എൻട്രി നമുക്ക് ഈ ഒരു രീതിയിൽ കയറി വരാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റിസപ്ഷൻ ഡെസ്ക് ഉണ്ട്. സോ പേഷ്യൻസ് ഒക്കെ വരുന്നവർക്ക് ദേ ക്യാൻ വെയിറ്റ് ഹിയർ. എന്നിട്ട് നേരെ അകത്തോട്ട് കയറി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോകാം. സോ ഇതാണ് സംഭവം. ഡോക്ടർക്കും പേഷ്യൻസിനും എല്ലാവർക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി. ഇവിടെ ക്ലിനിക് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ബെഡ്റൂമായി മാറിയാൽ. അതാണ്. വാഷ്റൂമും ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ ഇവരുടെ വാഷ്റൂം ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക വാർഡ്രോബ്, വോക്കിൻ വാർഡ്രോബ് ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ബെഡ്. നമ്മൾ ഒത്തിരി നേരത്തെ പറഞ്ഞൊരു ഇലാബറേറ്റ് ഡിസൈൻ ഒന്നുമില്ല. ഒരു ബെഡ് ചെറിയ, നമ്മൾ ബെഡ്റൂമിൽ വരുമ്പോൾ കൂടുതൽ വേറെ ഒന്നും ഇല്ലാണ്ട് ഒരു ചെറിയ സ്റ്റഡി ടേബിൾ, TV കാണാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ബെഡൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്താണോ? അല്ല, നമ്മളെല്ലാം കസ്റ്റം ചെയ്ത എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. നമ്മളുടെ 3D പോലെ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് പലപ്പോഴും ഇവര് ആർക്കിടെക്ട്സ് 3D ഡിസൈൻ ചെയ്ത് തരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതൊക്കെ നമുക്ക് കിട്ടുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ്. ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പൈസ നോക്കാൻ പാടില്ല. ചിലപ്പോൾ ഡിസൈൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ പൈസ കയറി കൂടിപ്പോയി എന്നൊക്കെ ആയിരിക്കും. അത് നോക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്താലും അങ്ങനെ പൈസ കൂടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിന്റെ ടെക്സ്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത് സെലക്ട് ചെയ്യണ അനുസരിച്ച് നമുക്ക് ഒത്തിരി ഇറ്റാലിയൻ ലെതർ അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീം കോസ്റ്റ്ലിക്ക് പോകും. ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ഫാബ്രിക്സ് അങ്ങനെ വെച്ചിട്ട് അത്യാവശ്യം ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്ന പോലത്തെ ഫർണിച്ചർ തന്നെയാണ്. സ്റ്റിച്ചിങ്ങിനാണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ ഇതുപോലെയുള്ള 4 ബെഡ്റൂംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പർ ഫ്ലോറിലേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. മുകളിൽ തന്നില്ലല്ലോ, അത് എവിടെ നിന്നല്ലേ കാണിച്ചു തരാം. ഇത് ശരിക്കും വുഡ് തന്നെയാണോ? അതെ, നമ്മൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് അതിന് കവർ ചെയ്യുന്ന പോലെ ടീക്ക് വുഡ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. തേക്കിന്റെ വുഡ് ആ ഒരു സ്റ്റെപ്പിന്റെ ഷേപ്പിൽ എടുത്തിട്ട് കവർ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതെ, ചെയ്തിരിക്കുകയാണ്. ഇതാവുമ്പോ നമ്മൾ യൂഷ്വലി കോൺക്രീറ്റ് വെച്ചിട്ടാണ് കൂടുതലും ഇത്രയും നാളും സ്റ്റെപ്പ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതൊരു മാസീവ് ബൾക്ക് ഓഫ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിങ്ങനെ ഇടയിൽ കൂടെ ഗ്യാപ്സ് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു വലിയ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ എളുപ്പമാണ്. ഇത് എന്താണ്? ഇത് റോഡാണ്. ഓ, ഇതിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. നമ്മൾ മുകളിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഓരോ ബെഡ്റൂം കാണാം. പിന്നെ ഇവിടെയും കൂടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. താഴത്തെ ലിവിങ് കാണാം, പിന്നെ കിച്ചൺ കാണാം. താഴെ ആരെങ്കിലും വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിങ്ങൾ ഇഷ്ടംപോലെ ലൈറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കിനും ശരിക്കും ഒരു പൂരപ്പുറമ്പാക്കാനുള്ള ലൈറ്റ്സും ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് മുകളിൽ നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു പാസേജ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള റൂംസിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ജംഗ്ഷൻ സ്പേസ് ആയിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ലിവിങ്ങും ഉണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് നമുക്കിവിടെ പൂള് വരുന്നത്.
ബാക്കിലൊരു ചെറിയൊരു ലൈബ്രറി കം സ്റ്റഡി പോലത്തെ ഒരു സ്പേസും കൂടി ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഈ ചെടികളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പല റീസൺസ് ഉണ്ട്. കാരണം ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഫാമിലി കുട്ടികളൊക്കെ വരുമ്പോൾ ഇതിൽ ചവിട്ടി ക്ലൈംബ് ചെയ്ത് അങ്ങോട്ട് ചാടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ ഈ ചെടിക്ക് ഇതിൻ്റെ തണ്ടിൽ ചെറിയൊരു ഫൈനായിട്ടുള്ളൊരു മുള്ള് പോലൊരു സാധനം ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കാലിലിങ്ങനെ മുട്ടുമ്പോൾ തന്നെ ആളുകളൊന്ന് ബാക്ക് ഓഫ് ആവും. അപ്പോൾ അതും കൂടിയാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് ഫ്ലവറിങ് പ്ലാന്റും ആണ്. സോ വെയിൽ നല്ലോണം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മണ്ണും കാര്യങ്ങളായിട്ട് അഡാപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മെല്ലെ ഇത് താഴേക്ക് ക്രീപ്പർ പോലെ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ഫ്ലവറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് കാണാൻ നല്ല ഒരു രസമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിന്റെ ഹൈറ്റിന് മാച്ച് ആവുന്ന ഒരു ഫിഗ് വിട്ടിട്ടുണ്ട്, നല്ല വലിയൊരു ഫിഗ്. ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ഈ വീടിന്റെ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത് ഇവിടെ ഫ്രണ്ടില് നമ്മൾ നേരത്തെ കണ്ട കാർ പോർച്ചിന് മുകളിലാണ്. കണ്ടില്ലേ, നോക്കിയേ, ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ സ്വിമ്മിംഗ് പൂള്. ഇത് എത്ര അടി ആഴമുണ്ട്? ഓൾമോസ്റ്റ് 5 ഫീറ്റ് ഒരു സൈഡിൽ, അവിടെ ഒരു 4 ഫീറ്റ് അങ്ങനെ. അത് ശരി, ഒരു സ്ക്വയർ ഷേപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു പൂളാണ്. ശരിക്കും നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള്? സാധാരണ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ചെറിയ വ്യൂ ഒക്കെ വേണമെന്നൊക്കെ പറയത്തില്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇവിടെ വ്യൂ ഉണ്ട്. ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ആ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ കാല് പൊള്ളുന്നുണ്ട്, എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അവിടെ മുമ്പിലൊരു വലിയൊരു മലയുണ്ട്, ആ മലയുടെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് റിയലി നൈസ്. ഒരു വീടിന് മുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, കാല് പൊള്ളുന്നു, അയ്യോ ചൂട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ബെഡ്റൂം കണ്ടില്ലേ, ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ മുമ്പിൽ നമുക്ക് മനോഹരമായിട്ടുള്ള പൂളിൻ്റെയും കുന്നും മലയൊക്കെ ഉള്ള ആ ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. ആ മാസ്റ്റർ ബെഡ്റൂമിനൊരു വലിയൊരു ബാൽക്കണിയുമുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. ടെറസിലൊരു പൂൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കുന്നത്? താഴെ പൂള് ചെയ്യാൻ നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും. ഇത് നമ്മൾ വെയിറ്റ് മുഴുവനും ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ട് വേണം. വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് ടഫാണ്. അപ്പോൾ മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്ലംബിംഗ് ലൈൻസ് കൺസീൽ ചെയ്ത് താഴേക്ക് കൊണ്ടുപോകും. അങ്ങനെ കുറച്ചധികം ചാലഞ്ചസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് കുറച്ചും കൂടി പ്രൈവസി കിട്ടാനായിട്ടും എല്ലാം മേളിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതെ, താഴെ ചെയ്യുന്നതാണ് കോസ്റ്റ് എഫക്റ്റീവ് താഴെയാണ്. ഡോക്ടറും കൂടെ ആയതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് പഠിക്കാനുണ്ടാവും. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അത് എന്താ പറയുക, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ എന്നല്ല, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് മാറിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഒരു ചെറിയൊരു സ്റ്റഡി റൂം. അതും നല്ല സ്പേഷ്യസ് ആയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് താഴേക്ക് ആരെങ്കിലും വന്നാലാണ് ഇങ്ങനെ എത്തി നോക്കാം, പൊളിഞ്ഞു നോക്കാം. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഡബിൾ ഹൈറ്റ് കാണുന്ന പോലെ ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ നോക്കാൻ. മുകളിലത്തെ നിലയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ലൈക്ക് എല്ലാ ബെഡ്റൂംസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ ഗസ്റ്റ് ബെഡ്റൂമിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു വാള് ടെക്സ്ചറും വാൾപേപ്പറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മനാഫ്കയുടെ പ്രൊജക്റ്റ് എവിടെ പോയാലും കാണാൻ പറ്റുന്ന കുറച്ച് കോമൺ എലമെൻറ്റ്സ് ഞാൻ പറയാം. മാറ്റ് ഫിനിഷിൻ്റെ ആളാണ്, ഗ്ലോസി ഉണ്ടാവില്ല, കൂടുതലും മാറ്റ് ഫിനിഷ് ആയിരിക്കും. പിന്നെ പച്ച എന്ന് പറഞ്ഞൊരു കളർ, അതും ഒരു എന്താ പറയുക, ലൈറ്റ് ഇളം പച്ചയുടെ ഫാനാണ്. ഒലീവ് ഗ്രീൻ. എൻ്റെ ഫ്ലാറ്റിൽ മൊത്തം പച്ചയാണ്. പക്ഷേ എനിക്കും പച്ച ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലൈക്ക് യുവർ ഡിസൈൻ വിൽ ബി, നിങ്ങൾ ഫുൾ പച്ചയുടെ ആളാണ്. അതായത് ഗ്രീൻ, എല്ലാം ഗ്രീനിഷ് ആണല്ലോ അല്ലേ? പച്ചപ്പ് ഹരിതാപയുടെ ആൾക്കാരാണ്. ഓഫീസ് അങ്ങനെ. അയ്യോ, ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാണെങ്കിൽ മൊത്തം പച്ചപ്പാണ്. അവിടെ ശരിക്കും പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പോലെയാണ്. കൊച്ചി സിറ്റിയുടെ നടുവിൽ ഒരു കാട്. കൊച്ചിയിൽ അങ്ങനത്തെ ഒരു ഓഫീസ് വേറെ ഉണ്ടാവില്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് ഇൻ ടു ഹിസ് ഓഫീസ്, അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. സോ ഇതെല്ലാം UPVC ഡോറിൽ ചെയ്തിരിക്കുകയാണ്. UPVCയിൽ ചെയ്യുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പുറത്തുനിന്നുള്ള സൗണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അകത്തേക്ക് കയറുന്നത് UPVCയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് സൗണ്ട് കുറയ്ക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഫ്ലാറ്റുകളിൽ ഒക്കെ ശരിക്കും ഇത്തരത്തിൽ UPVC ഡോറുകളും വിൻഡോകളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സൗണ്ട് പൊല്യൂഷൻ അകത്തേക്ക് കയറുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മളുടെ നാട് ചൂട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇപ്പോൾ ചൂട് കൂടുതലാണ്. അതുപോലെ തന്നെ മഴ സമയത്ത് പെട്ടെന്ന് തണുപ്പ്, അങ്ങനെ അത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വുഡിന് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചെതലിൻ്റെ ശല്യം,
ഇതിനതൊന്നും ഉണ്ടാവില്ല. മെയിൻ്റെനൻസ് ഈസിയാണ്. ഈസിയാണ്. മറ്റേത് നമ്മൾ മഴക്കാലത്ത് ഭയങ്കര ടഫാണ്. ഇത് പല കളറിൽ കിട്ടില്ല നമുക്ക്. കളർ കിട്ടും. വൈറ്റ് ആണ് കുറച്ചും കൂടി എക്കണോമിക്കൽ, സ്റ്റാൻഡേർഡും എക്കണോമിക്കലും. ഇത് തന്നെ വുഡൻ കളറിൽ തേക്കിന്റെ ഡിസൈനില് മഹാഗണിയുടെ ഡിസൈനിലൊക്കെ കിട്ടും. ലൈറ്റ് ഗ്രേ ഒക്കെ ഉണ്ട്, പല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണിന്ന് ചക്ക പറിക്കാം. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. സോ ദിസ് ഇസ് എ മാസ്റ്റർ ബെഡ്റൂം. എനിക്ക് പേഴ്സണലി വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ശരിക്കും മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. ഓരോ റൂമും ഡിഫറെൻറ്റ് തീം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്ത് മല. സോ ദാറ്റ് ഈസ് ദ വ്യൂ. നീറ്റ് ആൻഡ് സിമ്പിൾ. ഓരോ റൂമിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആണ് തീം. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡൈനിങ് ഏരിയയുടെ സമീപത്തായിട്ട് ശരിക്കും ഇത് കോമ്പൗണ്ട് വാളാണ്. ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്നുള്ള ഈ ഒരു ഏരിയ ഇവരൊരു സീറ്റിംഗ് ഏരിയ പ്ലസ് ഒരു കൈയൊക്കെ കഴുകുന്നതിന് വേണ്ടിയുള്ള ഒരു ഹാൻഡ് വാഷ് ഏരിയയും കൂടെ ആക്കി. കോമൺ വാഷ് അത് നമ്മൾ വീടിന്റെ അകത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് മാറ്റി ആയി. അപ്പോൾ ഇവിടെ വന്നിരുന്നു കോൺവെർസേഷൻസ് ആവാം. പുറത്തൊരു ഗ്രീൻ സ്പേസും ഉണ്ട്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പരിസരത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു വീട് അല്ലേ? അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇത്തരത്തിലുള്ളൊരു വീട് ഈ വില്ലേജിൽ തന്നെ വളരെ യുണീക്ക് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി. മാഹിൻ നിക്ക, അദ്ദേഹത്തിൻ്റെ മകൻ, മകൾ ആൻഡ് വൈഫ്. സോ 3 മാസമായി. ശരിക്കും എൻ്റെ വീഡിയോ ഏത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞത്? തൃശ്ശൂരുള്ള. അതിപ്പോൾ നമ്മളൊരു 6 years+ ആയിട്ടുണ്ട് ആക്ച്വലി. 6 വർഷം മുമ്പത്തെ. നിങ്ങൾ 1 year കഴിഞ്ഞതോ കുറേ കാലം കഴിഞ്ഞ് തന്നെ പോയി റിവ്യൂ ചെയ്യാൻ പോയി. ഓക്കെ. അത് നമ്മൾ കണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു ആക്ച്വലി. അപ്പോൾ നമ്മൾ അതിനുശേഷം വരുമ്പോൾ വീട്ടിലെ കാട്ടി കൊടുത്ത് അപ്പോൾ എല്ലാവരും കൊണ്ട് അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അബുദാബിയിൽ വിളിച്ച് അവിടെ. അല്ല ഇപ്പം നിങ്ങൾ ഇവിടെ ധാരാളം ആൾക്കാർ ലോക്കലി അവൈലബിൾ ആയിരിക്കുമ്പോഴത്തേക്കിനും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത് അല്ല ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത്? ഇല്ല, നല്ല ആർക്കിടെക്ട്സ് എല്ലാം കേരളയിൽ തന്നെ അവൈലബിൾ മോസ്റ്റ്ലി. ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ. ബട്ട് ടാപ്പെന്ന് ചൊല്ലി നോക്കുമ്പോൾ അവിടെ ഒരു 6-10 കിட்ட അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഈ ഗ്രീനറി കൂടെ അറ്റാച്ച് ചെയ്ത് ചെയ്യുന്ന ഇത് കേരളയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയത്. ഓക്കെ. എന്തായാലും ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ആർക്കിടെക്ട്സ്. സോ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഒരു സ്വപ്ന ഭവനം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങളുടെ മനസ്സിനടങ്ങുന്ന ഡിസൈൻ അത് എവിടെയാണെങ്കിലും ചെയ്തു തരാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. സോ ഓൾവേസ് ചൂസ് ദ ബെസ്റ്റ് ആർക്കിടെക്ട്സ് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാവണം. ഇപ്പോൾ ഒരു വൺ സിംഗിൾ ഇൻഡിവിജ്വലിനൊക്കെ ഉണ്ടാവില്ല. നമുക്ക് നല്ലൊരു ടീമുണ്ട്. നമ്മളുടെ ഓഫീസിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പുതിയൊരു വീട്ടിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കട്ടെ. We thank architect Manaf and his entire team for their support and their dedication. Thanks. Thank you. എന്തായാലും glad to hear that you're happy with the team. Okay, അപ്പോൾ all the best. Yes, all the best. ഇനി അടുത്ത പരിപാടികൾ എന്തായാലും ഒരു നാട്ടിൽ, സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന സ്വന്തം നാട്ടിൽ ഒരു ക്ലിനിക്ക് ഇട്ട് അവിടെയുള്ള ആൾക്കാരെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് എ ഗുഡ് തിങ് അല്ലേ? പിന്നെ സ്വന്തം നാട്ടിൽ ഡോക്ടറായിട്ട് അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബന്ധുക്കളെയും പിന്നെ നാട്ടുകാരെയും പരിചയക്കാരെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇസ് എ ഗ്രേറ്റ് തിങ്. സോ യു ആർ ബ്ലെസ്ഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള ആളുകളുടെ പുതിയ പുതിയ വീടുകളൊക്കെ കാണാൻ പോകാനായിട്ട്. ഞാൻ യൂട്യൂബിലാണെങ്കിലും ഇത്തരത്തിലുള്ള പുതിയ വീടുകളുടെ ഈ യുണീക്കായിട്ടുള്ള പ്രൊജക്റ്റുകളുടെയൊക്കെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഞാൻ മനാഫ്ഖനെ പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഒരു 6-7 വർഷം മുമ്പാണ്. കോഴഞ്ചേരി ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലൊരു ചെറിയൊരു യൂട്യൂബ് സ്റ്റുഡിയോ ചെയ്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പലതവണ പല സ്ഥലങ്ങളിലും പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പല വീഡിയോകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോകൾ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നതുപോലെ തന്നെ. പിന്നെ എൻ്റെ ഫ്ലാറ്റ് എറണാകുളത്ത് വന്ന സമയത്ത്, ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ഫ്ലാറ്റിൻ്റെ കംപ്ലീറ്റ് വർക്ക് മനാഫ്കയാണ് ചെയ്തത്. അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ കംപ്ലീറ്റ് അതിപ്പോൾ 3 വർഷത്തോളമായി. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കൊന്നും ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് എവറിത്തിങ് ഈസ് പക്ക. പിന്നെ അതിനുശേഷം നമ്മുടെ ഹൗസ് ഓഫ് ഭക്തൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, അതിൽ ചെയ്യാൻ കിടക്കുന്നു.
ആ ഹൗസ് ഓഫ് ഭക്തന്റെ എൻറ്റയർ വർക്ക്, അതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് മുതൽ എക്സിക്യൂഷൻ വരെയുള്ള എല്ലാ പരിപാടികളും വാസ് ഡൺ ബൈ ഹിസ് ടീം. മാറ്റ് കോൺസെപ്റ്റ്സിന്റെ ടീമാണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ഹിം ഇഫ് യു ഹാവ് എനി ഓഫ് സച്ച് റിക്വയർമെന്റ്സ്, ഇന്നല്ലെങ്കിലും നാളെ അല്ലെങ്കിലും. സോ യു ക്യാൻ കോൺടാക്ട് ഹിം. ഈ പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ സ്വപ്നമാണല്ലോ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.